നമസ്കാരം. ദ പ്രസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 3 പത്രങ്ങളാണ് ഞങ്ങൾ വിശകലനം ചെയ്യുന്നത്. മാതൃഭൂമി, ഗൾഫ് മാധ്യമം, സിറാജ് എന്നീ പത്രങ്ങൾ. 3 പത്രത്തിൻ്റെയും ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത കരൂരിലെ അപകടം തന്നെയാണ്. കരൂരിലെ അപകടത്തിൽ മരണം 40ആയി, അതിൻ്റെ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് ഒന്നാം പേജിൽ എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത്. ഒപ്പം ഗൾഫ് മാധ്യമവും അതുപോലെ തന്നെ മാതൃഭൂമിയും ഇന്നലെ ഏഷ്യ കപ്പിൽ ഇന്ത്യ വിജയിച്ച വാർത്തയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വാർത്തകളുടെ വിശകലനങ്ങളിലേക്ക് കടക്കാം. ഓരോ വാർത്തയും ഒരുപോലെ എങ്ങനെയാണ് ഓരോ പത്രങ്ങളും നൽകിയിട്ടുള്ളത് എന്ന രീതിയിൽ എല്ലാം നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങുകയാണ്. മാതൃഭൂമിയുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട, ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൊടുകൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ആ തലക്കെട്ടിന് പിന്നിൽ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യ കൈ കൊടുത്തിരുന്നില്ല. ഹസ്തദാന വിവാദമുണ്ടായിരുന്നു. ഫൈനലിലും അതുതന്നെയായിരുന്നു, ഹസ്തദാനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കപ്പടിച്ചപ്പോൾ കൊടുകൈ എന്ന തലക്കെട്ടോടു കൂടി തന്നെ വാർത്ത നൽകിയിരിക്കുന്നു. പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യക്ക് കിരീടം. കുൽദീപും അതുപോലെ തന്നെ വിജയശില്പികളായ കുൽദീപ് 4 വിക്കറ്റാണ് എടുത്തത് 30 റൺസിന്. തിലക് വർമ്മ 69 റൺസ് പുറത്താകാതെ അദ്ദേഹം നടത്തിയ പ്രകടനമാണ് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തത്. അപ്പോൾ ഈ 2 പേരുമാണ് വിജയശില്പികൾ. അവരുടെ 2 പേരും ചേർത്ത്, അവർ 2 പേരും പരസ്പരം പുണർന്നു നിൽക്കുന്ന പടവും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിക്കൊണ്ടാണ് മാതൃഭൂമി ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ വാർത്ത നൽകിയിരിക്കുന്നത്. അതേസമയം ഗൾഫ് മാധ്യമമാകട്ടെ അതിന് കിരീട തിലകം എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. തിലക് വർമ്മയുടെ പോരാട്ടത്തെ അനുസ്മരിക്കുന്നതാണ് ആ തലക്കെട്ട് എന്ന് പറയാതെ വയ്യ. അത് ഇന്ത്യൻ ടീം ഒന്നടങ്കം ആഹ്ലാദിക്കുന്ന, ഫൈനലിൽ ജിതേഷും തിലകും പുണർന്നു നിൽക്കുന്നു. വരുൺ ധവാനുണ്ട്, റിങ്കുണ്ട്. അവസാന 4 അടിച്ച ശേഷം, വിന്നിംഗ് ഷോട്ടിന് ശേഷമുള്ള പടമാണ് അവർ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പേജിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരാം. എന്തൊരു ദുരന്തം എന്നാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കരൂരിലെ ദുരന്തത്തിന് എന്തൊരു ദുരന്തം എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. അതിൽ ഒരു കരളുരുകി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഒരു മരിച്ച ബന്ധുവിൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്നവരുടെ ചിത്രം. കരൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ആണ് PTI പകർത്തിയ ചിത്രമാണ് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. അത് 3 ബന്ധുക്കൾ കെട്ടിപ്പുണർന്നുകൊണ്ട് കരയുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഗൾഫ് മാധ്യമത്തിൽ തേങ്ങി തമിഴകം എന്നാണ് തലക്കെട്ട്. പക്ഷേ വിജയുടെ ഒരു ചെറിയ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ മാത്രമാണ് നൽകിയിരിക്കുന്നത്. തേങ്ങി തമിഴകം എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഒപ്പം എന്താണ് ദുരന്ത കാരണം, ദുരന്തത്തിന് തുടർന്ന് വിജയ് പര്യടനം നിർത്തിയത്, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തയുണ്ട്. 20 ലക്ഷം പ്രഖ്യാപിച്ചതും വാർത്തയുണ്ട്. ഇങ്ങനെ ഒപ്പം മാതൃഭൂമി നൽകിയിരിക്കുന്ന മറ്റൊരു ചിത്രം കൂടിയുണ്ട്. PTIയുടെ തന്നെയാണ്. ഒരു നീളത്തിൽ ഒരു ചിത്രം നൽകിയിരിക്കുന്നു. കൂടിക്കിടക്കുന്ന ചെരുപ്പുകളുടെ ചിത്രമാണ് അത്. അത്രയധികം ദുരന്തപൂർണ്ണമാണ് ആ ചിത്രം മുഴുവനും. അവിടെ വന്നവരുടെ ചെരുപ്പുകളാണ്. TVKയുടെ ഫ്ലാഗുകളുണ്ട്. അങ്ങനെ പലതും കിടക്കുന്നു. ആ ഒറ്റ ചിത്രത്തിൽ തന്നെ അവിടെ വന്ന ആളുകളുടെ പ്രായവും അതുപോലെ തന്നെ എങ്ങനെയുള്ള ആളുകളാണ് എന്നും അവരുടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അപകടത്തിൻ്റെ തീവ്രത പൂർണ്ണമായും ഒപ്പിയെടുക്കുന്ന ഒരു ചിത്രമാണ് PTIയുടെ ഈ 2 ചിത്രങ്ങളും എന്ന് പറയാതെ വയ്യ. മാതൃഭൂമി ആ 2 ചിത്രങ്ങൾ തന്നെയാണ് ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം പേജിൽ തന്നെയുള്ള മാതൃഭൂമിയുടെ അടുത്ത പടവും പ്രത്യേകതയുണ്ട്. പ്രകാശം പറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും കൈകൊടുത്ത് വിളക്ക് കൊളുത്താൻ പോകുന്ന ഒരു ചിത്രമാണ്. ഇവർ 2 പേരും തമ്മിലുള്ള പോര്, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് നമുക്കറിയാം. അതിനിടയിലാണ് രാജ്ഭവനിലെത്തി ഇരുവരും ഒരു ചടങ്ങിൽ, രാജ്ഭവൻ്റെ ഒരു മാഗസിൻ്റെ, രാജ്ഭവൻ പുറത്തിറങ്ങുന്ന മാഗസിൻ്റെ രാജഹംസ് എന്ന പേരിൽ ത്രൈമാസിക ഇറക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രകാശന ചടങ്ങിലെ വിളക്ക് മുഖ്യമന്ത്രിയും ഗവർണറും കൂടി കൊളുത്തുന്ന ദൃശ്യമാണ് അത്. പ്രകാശം പറക്കട്ടെ എന്നാണ് ചിത്രത്തിന് തലക്കെട്ട് നൽകിയിരിക്കുന്ന. 2 അർത്ഥമുണ്ട്. ഒന്ന് വെളിച്ചം പകരട്ടെ എന്നൊരർത്ഥവും മറ്റൊന്ന് 2 പേരും തമ്മിലുള്ള, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അവസാനിപ്പിച്ചുകൊണ്ട് പ്രകാശം പറക്കട്ടെ എന്ന ഒരു ധ്വനിയും ആ തലക്കെട്ടിനുണ്ട്. ഏറ്റവും രസകരമായ മറ്റൊരു വാഹനം, ഒരു ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഇലക്ട്രിക് വാഹനങ്ങളും ഇനി മിണ്ടും എന്നതാണ് മാതൃഭൂമി തലക്കെട്ട് നൽകിയിരിക്കുന്നത്. അതായത് നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ശബ്ദമില്ല. ഈ ശബ്ദമില്ലാത്ത വാഹനങ്ങൾ അപകടം വിളിച്ചു വരുത്തും എന്നതാണ്, അപകട സാധ്യത കൂടുതലാണ് എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾക്ക് ശബ്ദം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്
കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിൻ്റെ തീരുമാനമാണ്. അത് ശബ്ദം നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ AVS സംവിധാനം, അതായത് അക്യൂസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം, ഇത് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് ചില വാഹനങ്ങളിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. വിദേശത്തുള്ള പല വാഹനങ്ങളിലും ഈ സംവിധാനമുണ്ട്. ഇപ്പോൾ 2026 ഒക്ടോബറോടുകൂടി ഇറക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും, ഒക്ടോബർ 1 മുതൽ വിപണിയിലെത്തുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾക്ക് 2027 ഒക്ടോബർ 1 മുതൽ, അടുത്ത വർഷം ഒക്ടോബർ 1 മുതൽ മറ്റു വാഹനങ്ങൾക്കും ഇത് ഉണ്ടായിരിക്കണം, എല്ലാ മോഡലുകൾക്കും വ്യാപിപ്പിക്കണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ചൈന, യൂറോപ്യൻ യൂണിയൻ, US, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വാഹനങ്ങളിലെല്ലാം തന്നെ ഓൾറെഡി ഈ ശബ്ദം സംവിധാനമുണ്ട്. ഇതിൽ രസകരം എന്താ വെച്ചാൽ, ഈ കരട് ഭേദഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് morts@gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് അറിയിക്കാം 30 ദിവസത്തിനുള്ളിൽ. ശബ്ദമലിനീകരണവും അതുപോലെ തന്നെ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാത്ത വാഹനങ്ങളാണ് ഇലക്ട്രിക് വാഹനങ്ങൾ എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അതിലാണ് ഇനി ഒരു മാറ്റം വരാൻ പോകുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇനി ചെറുതായിട്ട് ശബ്ദിക്കാൻ തുടങ്ങും എന്നാണ് ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ. ഉൾപേജുകളിലേക്ക് പോവുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമിയിലും അതുപോലെ തന്നെ മാധ്യമത്തിലും സിറാജിലുമെല്ലാം ഈ വാർത്ത 3-ാം പേജിലാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് ദുബൈയുടെ നിരത്തിലേക്ക് ഡ്രൈവറില്ല ലോറികൾ അല്ലെങ്കിൽ കടന്നു വരുന്നതെന്നാണ്. സ്വയം നിയന്ത്രിത ട്രക്കുകൾ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ്. ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് ഈ വാർത്തയുടെ കണ്ടന്റ്. നേരത്തെ ടാക്സിക്ക് ഡ്രൈവറില്ല ടാക്സികൾക്ക് അനുമതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോറികൾക്കും ചരക്ക് ലോറികൾക്കും ഇത്തരത്തിലുള്ള അനുമതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹെവി വാഹനങ്ങളുടെ പരീക്ഷണത്തിന് 5 റൂട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 5 റൂട്ടുകൾ പ്രഖ്യാപിച്ച കാര്യവും 3 പത്രങ്ങളുടെയും ഉൾപേജിൽ 3-ാം പേജിൽ തന്നെ വാർത്തകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിറാജിൽ അധികം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല. പക്ഷേ മാധ്യമവും മാതൃഭൂമിയുമാണ് ആ വാർത്ത കാര്യമായി തന്നെ നൽകിയിരിക്കുന്നത്. അത് 5 റൂട്ടുകൾ ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി പ്രഖ്യാപിച്ചതായിട്ടാണ്. അതായത് ജബൽ അലി പോർട്ട്, അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളം, ജബൽ അലി പോർട്ട് റെയിൽ ഫ്രൈറ്റ് ടെർമിനൽ, ദുബൈ ഇൻവെസ്റ്റ്മെൻറ്റ് പാർക്ക്, ഇബൻ ബത്തൂത്ത മാൾ എന്നിവിടങ്ങളിലാണ് ലോറികളുടെ പരീക്ഷണ ഓട്ടം നടത്തുക. ഇവിടെയാണ് ഈ റൂട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെ ആ വാർത്തയുടെ വിശദാംശങ്ങൾ 3-ാം പേജിൽ തന്നെ മാതൃഭൂമിയും ഗൾഫ് മാധ്യമവും നൽകിയിട്ടുണ്ട്. ഗൾഫ് മാധ്യമത്തിൻ്റെ 5-ാം പേജിലേക്ക് എത്തുമ്പോൾ അടുത്ത വാർത്ത ഒരു ബോക്സ് വാർത്തയാണ്. നീല കളർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുൻ DGP ആയ ജേക്കബ് തോമസ് RSSൽ സജീവമാകുന്നു എന്നാണ്. അദ്ദേഹം കുറേ കാലമായി BJPക്ക് ഒപ്പമാണ്, സംഘപരിവാരത്തിനൊപ്പമാണ്. എന്നാൽ അദ്ദേഹം RSSൽ സജീവമാകുന്നു എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്. ബുധനാഴ്ച എറണാകുളത്ത് നടക്കുന്ന പഥസഞ്ചലനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. അതായത് ഒരു പൂർണ്ണ RSSകാരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ പഥസഞ്ചലനത്തിൽ പങ്കെടുക്കും എന്ന വാർത്തയാണ് ഉൾപേജിലേക്ക് എത്തുമ്പോൾ 5-ാം പേജിലേക്ക് എത്തുമ്പോൾ ഗൾഫ് മാധ്യമത്തിലുള്ളത്. ഗൾഫ് മാധ്യമത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രകാശം പറക്കട്ടെ എന്ന രീതിയിൽ മാതൃഭൂമി നൽകിയ ഫോട്ടോയുടെ വിശദമായ ഒരു വാർത്ത 5-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഗവർണറുടെ സാന്നിധ്യത്തിൽ വിയോജിപ്പ് തുറന്നടിച്ച് മുഖ്യമന്ത്രി എന്നാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ രാജഹംസ എന്ന മാസികയിൽ ഗവർണറുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ളൊരു ലേഖനമുണ്ട്, ഒരു നിയമ ലേഖനമുണ്ട്. അതിൻ്റെ വിയോജിപ്പാണ്. ആ ലേഖനം സർക്കാരിൻ്റെ അഭിപ്രായമല്ല എന്ന ആ വേദിയിൽ തന്നെ മുഖ്യമന്ത്രി തുറന്നടിച്ചു എന്ന സർക്കാരിൻ്റെ അഭിപ്രായമായി ആരും കരുതേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അതിൽ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ, ഗവർണർക്ക് ഇത്തരത്തിൽ എങ്ങനെയെല്ലാം ഇടപെടാൻ പറ്റും എന്ന കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അത് അനന്തമായി പിടിച്ചു നിർത്താനാവില്ല. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യം തിരുത്തിക്കൊണ്ട് ഇതിൽ അഭിപ്രായം ആർക്കും പറയാം, പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് സർക്കാരിൻ്റെ അഭിപ്രായമായി വ്യാഖ്യാനിക്കേണ്ട എന്ന് മുഖ്യമന്ത്രി ആരും കരുതണ്ട എന്ന് തുറന്നടിച്ചു എന്നതാണ്. ഇതിന് മറുപടി പറയുകയോ അല്ലെങ്കിൽ
ഏതെങ്കിലും തരത്തിൽ വിവാദത്തിന് ശ്രമിക്കുകയോ ചെയ്തില്ല ഗവർണർ തൻ്റെ പ്രസംഗത്തിൽ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നു. മാത്രവുമല്ല, ഗവർണർ പരിപാടിയിൽ പങ്കെടുത്ത ശശി തരൂരാണ് മാഗസിൻ ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രിയും വാനോളം പുകഴ്ത്തി എന്നൊരു വാർത്തയുമുണ്ട്. ഭാരതാംബ ചിത്രം ഇത്തവണ ഉണ്ടായില്ല, രാജ്ഭവൻ ഒഴിവാക്കി, മഞ്ഞുരുക്കം വേഗതയിൽ എന്നും അതേ ആ ബോക്സ് വാർത്തയ്ക്കുള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. രാജ്ഭവനിൽ സമീപകാലത്ത് നടന്ന എല്ലാ ചടങ്ങുകളിലും ഭാരതാംബ ഉണ്ടായിരുന്നു, അത് വിവാദവുമായിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഭാരതാംബയെ ഒഴിവാക്കി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതുകൊണ്ടായിരിക്കണം ഒഴിവാക്കിയത്. അത് ഒരുപക്ഷെ അതുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയുമില്ലായിരുന്നു. അതുപോലെ രാജ്ഭവൻ്റെ പേര് ലോക് ഭവൻ എന്നാക്കണമെന്നൊരു നിർദ്ദേശം തരൂർ നൽകിയിരിക്കുന്നു. ഇത് തൻ്റെ മനസ്സിലുള്ള ആശയമാണ് തരൂർ പറഞ്ഞതെന്ന് ഗവർണർ തിരിച്ച് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉൾപേജിലാണ് ഈ വാർത്ത വിശദമായി നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയുടെ 5-ാം പേജിലേക്ക് വരികയാണെങ്കിൽ 4-ാം പേജിൽ ഒരു വാർത്തയുണ്ട്. ഖരമാലിന്യ സംസ്കരണത്തിൽ ലോകബാങ്ക് പിൻവാങ്ങുന്നു എന്ന് പി കെ മണികണ്ഠൻ എഴുതിയിരിക്കുന്ന വാർത്തയാണ്. വായ്പയിൽ 800 കോടി വെട്ടി. അതായത് ഖരമാലിന്യ സംസ്കരണത്തിനായി ലോകബാങ്ക് ഒരു 1000 ചില്ലാനും കോടി 2200 കോടിയുടെ വായ്പ സർക്കാർ നൽകാമെന്ന് ഏറ്റിരുന്നു. അതിൽ നിന്നാണ് 800 കോടി ഇപ്പോൾ തന്നെ വെട്ടിക്കുറച്ചത്. ഖരമാലിന്യ സംസ്കരണം ലോകബാങ്കിൻ്റെ നിർദ്ദേശിച്ച മാതൃകയിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയല്ല ഒരുക്കുന്നത് എന്നതിനെ തുടർന്നാണ് ആ പൈസ വെട്ടിക്കുറച്ചത് എന്നാണ് പറയുന്നത്. ആകെ 120 കോടിയാണ് ഇതുവരെ ലഭിച്ചത്. 120 കോടിയും ശമ്പളം നൽകാൻ വേണ്ടി മാത്രമേ വിനിയോഗിച്ചുള്ളൂ. പലയിടത്തും ഇവർ പറഞ്ഞതുപോലെയല്ല നടത്തിയത്. സംസ്ഥാനത്തെ 87 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും ഉൾപ്പെടെയുള്ള നഗരമേഖലകളിലാണ് ഇത്തരം പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചത്. ശാസ്ത്രീയമായി ഖരമാലിന്യ സംസ്കരണം നടപ്പാക്കാനായിരുന്നു വിഭാവനം ചെയ്തിരുന്നതെങ്കിലും ഒന്നും നടന്നിട്ടില്ല. 2021 മാർച്ചിൽ അംഗീകരിച്ച വായ്പയ്ക്ക് 27 ജൂൺ 30 വരെയാണ് കാലാവധി. അതായത് ഈ വരുന്ന 1 വർഷം കൂടെ ഉള്ളൂ, 1.5 വർഷം കൂടെ കഷ്ടിച്ചുള്ളൂ. ഇക്കാലയളവിൽ 25 വർഷത്തേക്കുള്ള സുസ്ഥിര മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അതുണ്ടായില്ല. ഇതോടെ പദ്ധതി നിർവഹണത്തിനായി നമ്മുടെ സർക്കാർ ഖരമാലിന്യ സംസ്കരണത്തിൽ വലിയ നേട്ടം കൈവരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും അത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഒപ്പം തന്നെ പറയുന്നത് മാലിന്യക്കൂറ് നീക്കാൻ ഗുരുവായൂർ പോലെ ചിലയിടങ്ങളിൽ സംസ്കരണ മാതൃക വന്നെങ്കിലും ഒരു നഗരമേഖലയിലും ലോകബാങ്ക് വിഭാവനം ചെയ്തതനുസരിച്ചുള്ള പദ്ധതി നടപ്പാക്കിയില്ല. പലയിടത്തും ചെയ്തതെന്താ വെച്ചാൽ അത്യാധുനിക സാങ്കേതിക വിദ്യയൊന്നും തയ്യാറാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് പകരം തിരുവനന്തപുരത്ത് നടപ്പാക്കിയ തുമ്പൂർ മൊഴി പോലുള്ളവയാണ് പലയിടത്തും നടപ്പാക്കിയത്. ഇത് ലോകബാങ്ക് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ലോകബാങ്ക് പിൻവാങ്ങിയേക്കും. ഇത് പൂർണ്ണമായും ഇപ്പം 800 കോടി വായ്പയിൽ നിന്ന് കട്ട് ചെയ്തു. ഒരുപക്ഷെ പദ്ധതിയിൽ നിന്ന് തന്നെ പൂർണ്ണമായും ലോകബാങ്ക് പിൻവാങ്ങിയേക്കുമെന്നാണ് മാതൃഭൂമി ഈ വാർത്തയിൽ നൽകുന്നത്. മാതൃഭൂമിയുടെ 4-ാം പേജിലാണ് രാജ്ഭവൻ്റെ അധികാരവാദം തള്ളി മുഖ്യമന്ത്രി എന്ന വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് പുസ്തകത്തിലെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തർക്കവിഷയം അനുച്ഛേദം 200 സംബന്ധിച്ചാണ്. ആ അനുച്ഛേദം 200 സംബന്ധിച്ച ലേഖനത്തിലെ അഭിപ്രായം സർക്കാരിൻ്റെ അഭിപ്രായമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം 4-ാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4-ാമത്തെ പേജിൽ തന്നെയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പപീഠം കണ്ടെത്തിയ വാർത്തയും മാതൃഭൂമി നൽകിയിരിക്കുന്നത്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയെന്ന വാർത്തയാണ് വിശദമായി തന്നെ നൽകിയിരിക്കുന്നത്. ആരോപണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ പരാതിയായിരുന്നു. താൻ 2 എണ്ണം നൽകിയിരുന്നു, അതിലൊന്ന് കാണുന്നില്ല എന്നുള്ളത്. അതിലിപ്പോൾ അത് കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന്. ഇത് പരാതി നൽകി വിവാദമായ സമയത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പണിക്കാരൻ ഈ സാധനം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചിരുന്നു എന്നും, എന്നാൽ അത് സഹോദരിയുടെ വീട്ടിലേക്കും അദ്ദേഹം കഴിഞ്ഞ ദിവസം മാറ്റുകയുമായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ഏതായാലും ഇന്ന് ഇത് സംബന്ധിച്ച് വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇനി 5-ാമത്തെ പേജിൽ മെഡിസപ്പിൽ അപ്പീൽ സമിതി എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നുണ്ട്. മെഡിസപ്പിൽ അപ്പീൽ സമിതി എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസാണ് മെഡിസപ്പ്. ഇത് പലപ്പോഴും പലർക്കും ലഭ്യമാകുന്നില്ല എന്ന ഒരു ആരോപണമുണ്ടായിരുന്നു. അവർക്ക് പരാതി നൽകാനോ മെഡിസപ്പിനോടായിരുന്നു നേരെ അപ്പീൽ നൽകാനുണ്ടായിരുന്നത്. അതിനു പകരം ഇപ്പോൾ ഒരു സംസ്ഥാന അപ്പീൽ സമിതി കൂടി ചെറിയ കാരണങ്ങൾക്ക് പോലും അപേക്ഷ തള്ളുന്നു എന്നതുകൊണ്ടാണ്
അങ്ങനെ പരാതി പ്രവാഹമായപ്പോഴാണ് ഒരു അപ്പീൽ സമിതി ഉണ്ടാക്കുന്നത്. ധനകാര്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു സമിതി രൂപീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വാർത്ത മാതൃഭൂമി 5-ാം പേജിൽ നൽകുന്നുണ്ട്. ഇനി എഡിറ്റോറിയലിലേക്ക് കടക്കാം. എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണെങ്കിൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജും ഓപ്പഡ് പേജും പൂർണ്ണമായും കരൂർ ദുരന്തത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. മരണവീഴ്ച എന്ന വലിയ തലക്കെട്ടിൽ കൂടിയാണ് എഡിറ്റോറിയലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. നിരവധി ചിത്രങ്ങൾ, ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന പിഴവുകൾ എന്തെല്ലാം പിഴച്ചു, സംഘാടകർക്കും പോലീസിനും നിസ്സാരമല്ല ആൾക്കൂട്ട വിഭ്രാന്തി തുടങ്ങി ആളെ കൊല്ലുന്ന സമ്മേളനത്തിൻ്റെ ഏറ്റവും രസമായിട്ട് ആളെ കൊല്ലുന്ന സമ്മേളനങ്ങൾ എന്നുള്ള മലയാളം പത്രത്തിൽ ഒരു തമിഴ് തലക്കെട്ടോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത്. മാനാട് എന്ന് തമിഴിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. മാനാട് എന്ന് പറഞ്ഞാൽ പൊതുസമ്മേളനങ്ങൾ എന്നാണ്, സംസ്ഥാന സമ്മേളനങ്ങൾ എന്നാണ് അർത്ഥം. അത് ഒരു മലയാള പത്രത്തിൽ തമിഴിൽ തലക്കെട്ട് എഴുതിയിരിക്കുന്നു എന്നത് തമിഴിൽ തന്നെ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ തമിഴ് പദം മലയാളത്തിൽ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അത് തമിഴിൽ തന്നെ എഴുതിയിരിക്കുന്നു എന്നതാണ്. എത്ര മലയാളികൾക്ക് തമിഴ് വായിക്കാൻ അറിയുമെന്ന കാര്യം വേറെ ചോദ്യമാണ്. കരൂരിലെ പിഴവിനെ സംബന്ധിച്ചാണ് ഗൾഫ് മാധ്യമവും അതുപോലെ തന്നെ മാതൃഭൂമിയും എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. നമുക്ക് സിറാജിലെ എഡിറ്റോറിയൽ കൂടി പരിശോധിക്കാം. സിറാജിലെ എഡിറ്റോറിയലിൽ ഇത്തവണ എഴുതിയിരിക്കുന്നത് കരൂർ തന്നെയാണ്. അതിന് 3 പത്രങ്ങളുടെയും ഇത്തവണത്തെ ഈ കരൂർ തന്നെയാണ്. ഈ കരുതി വെറുതെ ഉണ്ടായതല്ല എന്നാണ് സിറാജിൽ എങ്കിൽ കരൂരിലെ പിഴവ് എന്ന പേരിലാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. മാധ്യമമാണ് എങ്കിൽ അത് കരൂർ തന്നെയാണ്. പക്ഷേ ഒഴിവാക്കാമായിരുന്ന മറ്റൊരു ദുരന്തം എന്ന പേരിലാണ് മാധ്യമം അത് എഴുതിയിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇതിലെ പിഴവുകൾ എന്ന് കൃത്യമായി ഈ എഡിറ്റോറിയലുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കരൂരിലെ പിഴവ്, നടൻ ആണ് വിജയ്, അതുകൊണ്ട് തന്നെ നടനെ കാണാൻ ആളുകൾ തിങ്ങിക്കൂടുക എന്നത് സ്വാഭാവികമായി സംഭവിക്കും. രാഷ്ട്രീയ സമ്മേളനങ്ങൾ കേരളത്തിലെ പൊതുസമ്മേളനങ്ങൾ പോലെയല്ല തമിഴ്നാട്ടിൽ നടക്കുന്ന 500-200 ഏക്കർ വലിപ്പമുള്ള പ്രദേശത്താണ്, അല്ലെങ്കിൽ ഭൂമി ലാൻഡിലാണ്, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ സമ്മേളനങ്ങൾ നടക്കാറ്. പക്ഷേ ഇതുണ്ടായത് റോഡിലാണ്. റോഡിലൂടെ വരുന്ന വാഹനം ഇതിലേക്ക് കയറി, മാത്രമല്ല ഒരു മരക്കൊമ്പൽ അടക്കം വിജയെ കാണാൻ ആളുകൾ ഇരുന്നിരുന്നു, അത് ഒടിഞ്ഞു വീണു, ആളുകളുടെ ഇടയിലേക്ക് വീണു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. രാജ്യത്ത് സമീപകാലത്തുണ്ടായി കഴിഞ്ഞ എല്ലാ ആൾക്കൂട്ട കൊലപാതകങ്ങളും സംബന്ധിച്ച് ഗൾഫ് മാധ്യമത്തിൽ സമീപകാലത്തുണ്ടായ ആൾക്കൂട്ട കൊലപാതകങ്ങളുള്ള ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ, തിക്കിലും തിരക്കിലും പെട്ട അപകട മരണങ്ങളുണ്ടായതിൻ്റെ കണക്ക് തന്നെ ഈ വർഷമുണ്ടായതിനെ സംബന്ധിച്ചുള്ള കണക്ക് മാധ്യമം അവരുടെ എഡിറ്റോറിയൽ നൽകിയിട്ടുണ്ട്. മുൻ ദുരന്തങ്ങളിലെ വീഴ്ചകളെല്ലാം തന്നെ കരൂരിലും ആവർത്തിച്ചു എന്നാണ് മാധ്യമത്തിൻ്റെ നിലപാട്. ഒഴിവാക്കാമായിരുന്ന ദുരന്തത്തെ കുറ്റകൃത്യം തന്നെയാക്കുന്നത്. ബാംഗ്ലൂരിലെ റോയൽ ചലഞ്ചേഴ്സിൻ്റെ IPL വിജയാഘോഷത്തിനിടെ 11 പേർ തിക്കിലും തിരക്കിലും മരിച്ചത് ഇക്കഴിഞ്ഞ ജൂണിലാണ്. അതുപോലെ ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്കിടെ 31 പേർ മരിച്ചു. കഴിഞ്ഞ വർഷം UPയിലെ തന്നെ ഹാത്രസിൽ 120 പേരാണ് തിരക്കിൽപ്പെട്ട് മരിച്ചത്. ഇക്കൊല്ലം ഫെബ്രുവരിയിൽ അത് ഒരു എന്താ പറയുക, സ്വയം പ്രഖ്യാപിത സ്വാമിയുടെ പരിപാടിയിലായിരുന്നു 120 പേർ കൊല്ലപ്പെട്ടത്. ഇക്കൊല്ലം ഫെബ്രുവരിയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 18 പേർ കൊല്ലപ്പെട്ടു. തിരുപ്പതിയിലും ഗോവയിലും മറ്റും ഇക്കൊല്ലം ദുരന്തങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ കുസാറ്റിലും ഇത്തരത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവമുണ്ടായി ഗാനമേളയ്ക്ക്. ഇതെല്ലാം ആസൂത്രണ പിഴവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കരൂരിലുണ്ടായതും അതുപോലെ തന്നെയാണ്. കരൂരിൽ കൂടുതൽ ആളുകൾ വരാൻ വേണ്ടി വിജയ് സ്വയം വൈകിപ്പിച്ചു എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം രാവിലെ അദ്ദേഹം ഉച്ചയോടുകൂടി അവിടെ എത്തേണ്ടതായിരുന്നു. അത് 6-7 മണിക്കൂർ വൈകി അവിടെ എത്തുമ്പോൾ കഴിയാവുന്നത്ര ആളുകൾ അവിടെ എത്തിച്ചേരട്ടെ, അതിനുശേഷം അവിടെ എത്താമെന്ന രീതിയിൽ അദ്ദേഹം വന്നോ എന്നതാണ് ഉയരുന്ന സംശയം. ഒപ്പം തന്നെ ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്നത് 10,000-ങ്ങളും 50,000 പേരൊക്കെ പങ്കെടുക്കുന്ന രീതിയിലുള്ള ആൾക്കൂട്ടങ്ങൾ ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൽ വരുന്നത് ഇന്ത്യയിൽ അത്ര അസ്വാഭാവികമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. കാരണം 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇത്. അവിടെ എന്തായാലും ഒരു 10,000-20,000 പേര് ഒരു യോഗത്തിന് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായും തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷേ
അതിനെല്ലാം വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നതും വളരെ പ്രാധാന്യപ്പെട്ടതാണ്. അത് ഇല്ലാതെ പോയതാണ് ഇവിടെ ഏറ്റവും വലിയ ദുരന്തത്തിന് ഈ ഒരു ദുരന്തം വരുത്തി വെച്ച്. വിജയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഇനി എന്ന കാര്യവും ഈ പത്രങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിജയ് കരൂരിൽ നിന്ന് പെട്ടെന്ന് അപ്പോൾ തന്നെ തിരിച്ച് ചെന്നൈയിലേക്ക് പറന്നത് സിനിമയിൽ ഭയങ്കര നായകനായി നിൽക്കുന്ന അദ്ദേഹം ജനങ്ങളുടെ വിളി കേൾക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെയായിരിക്കുമെന്നതാണ്. കോടതിയിൽ നിരവധി കേസുകൾ വന്നിട്ടുണ്ട്. TVKയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ളതാണ് ഒരു ഹർജി. അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ തന്നെ ഹർജി നൽകിയിട്ടുണ്ട്. ഇനി പാർട്ടിയുടെ യോഗങ്ങൾ, ഇത്തരത്തിലുള്ള യോഗങ്ങൾ നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി വന്നിട്ടുണ്ട്. TVK തന്നെ നൽകിയിട്ടുള്ള ഒരു ഹർജിയുണ്ട്. അതായത് സ്വതന്ത്ര അന്വേഷണം നടക്കണം, ഇതിൽ അട്ടിമറി ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വിജയിനെതിരെ കല്ലേറുണ്ടായി, എന്നാൽ അതിന് തെളിവുകളൊന്നും ആരും ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. TVKയുടെ ആരോപണമാണ്. TVKക്കെതിരെ പോലീസ് അടക്കം ലാത്തിച്ചാർജ് നടത്തിയതെല്ലാം ഈ ദുരന്തത്തിന് വഴിവെച്ചത് എന്ന തരത്തിലുള്ള ഒരു ഹർജി അവരും അത് പാർട്ടിയുടെ രണ്ടാമൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള ഹർജികളും എല്ലാം തന്നെ ഇപ്പോൾ കോടതിയിലുണ്ട്. ഇന്ന് കോടതി ഇതെല്ലാം വാദം കേൾക്കും. മദ്രാസ് ഹൈക്കോടതിയിലും തന്നെ മധുരൈ ബെഞ്ചിലുമാണ് കേസുകൾ പരിഗണിക്കുന്നത്. ഇതിന് ശേഷമാണ് അദ്ദേഹം വിജയ് കരൂരിലേക്ക് വരുന്നത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകൂ. അതേസമയം സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ഇന്നലെ തന്നെ ആരംഭിച്ചു. റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീഷാണ് അന്വേഷിക്കുന്നത്. ഇന്നലെ തന്നെ അവർ സ്ഥലത്തെത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. വിജയ് കരൂരിലേക്ക് എത്തുന്നത് 10 ദിവസം മുമ്പ് സെന്തിൽ ബാലാജി, അതായത് DMKയുടെ നേതാവായ മുൻ മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിൽ, സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ, സ്റ്റാലിൻ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ചേർന്നുകൊണ്ട് ഇതേ കരൂരിൽ ഒരു പൊതുയോഗം നടന്നിരുന്നു. അവിടെ 1.5 ലക്ഷത്തോളം പേരെയാണ് അന്ന് എത്തിച്ചത്. അതിന് ബദലായിട്ടാണ് 10 ദിവസങ്ങൾക്ക് ശേഷം കരൂരിൽ വിജയ് എത്തി തൻ്റെ ശക്തിപ്രകടനം കാണിക്കാൻ വന്നത്. പക്ഷേ ആ ശക്തിപ്രകടനം ഒരു ദുരന്തത്തിൽ കലാശിച്ചു എന്ന വാർത്തകളെല്ലാം തന്നെ ഈ പത്രങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വീരനായകൻ ഓടി ഒളിച്ചോ എന്ന പേരിലാണ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. അത് സംബന്ധിച്ച് ഹൃദയപൂർവ്വം സംരക്ഷിക്കണമെന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്താ മാധ്യമം നൽകിയിട്ടുണ്ട്. ക്രിക്കറ്റിൻ്റെ സ്പോർട്സ് പേജിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഏഷ്യ കപ്പ് കൊടുകൈ എന്ന് ഉൾപേജിൽ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ ഉപയോഗിച്ച അതേ തലക്കെട്ട് സ്പോർട്സ് പേജിൽ മാധ്യമം ഉപയോഗിച്ചിരിക്കുന്നു. കൊടുകൈ, അകത്ത് 2 താരങ്ങളുടെ പടവുമുണ്ട്. ശിവം ദുബെയും ഒപ്പം തന്നെ തിലക് വർമ്മയും ബാറ്റിങ്ങിനിടെയുള്ള പടമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ BCCയുടെ തലപ്പത്ത് മിഥുൻ മൻഹാസ് വന്ന വാർത്തയും ഗൾഫ് മാധ്യമത്തിൽ കാര്യമായി തന്നെ നൽകിയിരിക്കുന്നു. ഒരു അവസാന പേജിലേക്ക് ഗൾഫ് മാധ്യമത്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ളത് റഷ്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. യൂറോപ്പിനെ ആക്രമിക്കില്ല, ആക്രമിക്കപ്പെട്ടാൽ തിരിച്ചടി. അതായത് റഷ്യ ഒരിക്കലും യൂറോപ്പിനെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ആക്രമിക്കുകയും ചെയ്യില്ല. എന്നാൽ റഷ്യയെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പ് നൽകിയതായി വാർത്തയാണ് നൽകിയിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ ഭീഷണി എന്ന രീതിയിലാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയുടെ പിൻപേജിലേക്ക് വരുമ്പോൾ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയത് വിവരിച്ച് ദില്ലയും രൂപയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി എന്നൊരു ഇന്നലെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഇരുവരെയും അഭിനന്ദിച്ച വാർത്തയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൻ കി ബാത്തിൽ ദിൽനയെ വിളിച്ച്, ദിൽന മലയാളിയാണ്, വിളിച്ച് മോദി സംസാരിച്ചതിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട വാർത്ത എന്ന് തോന്നുന്നത് ഇതിൽ ഒരു ജസ്റ്റിസ് നരസിംഹ നടത്തിയ ഒരു പ്രസ്താവന സംബന്ധിച്ച് മാതൃഭൂമി നൽകിയിരിക്കുന്നു. ജഡ്ജിമാരല്ല വിധികൾ സംസാരിക്കട്ടെ എന്ന പേരിൽ അദ്ദേഹം വിരമിച്ച ശേഷം വിധികളെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രവണത നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇതിലുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം DY ചന്ദ്രചൂഡ്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിധിയിലെ ചില വാദങ്ങൾ, വിധിക്ക് വിരുദ്ധമായ വാദങ്ങൾ അദ്ദേഹം പുറത്ത് സംസാരിക്കുകയുണ്ടായി. ന്യൂസ് ലോണ്ടറിയിലെ ശ്രീനിവാസ് ജെയിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിൽ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് വിധിയിൽ എഴുതിയതിനേക്കാൾ കൂടുതൽ വിരമിച്ച ശേഷം അതേക്കുറിച്ച് സംസാരിക്കാനുള്ള പ്രവണത ജഡ്ജിമാർ നിയന്ത്രിക്കണമെന്ന് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ്
PS നരസിംഹ പറഞ്ഞിരിക്കുന്നു. എന്തും വാർത്തയാകുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ച് ജഡ്ജിമാർ ഇത്തരം പ്രവണതകൾ നിയന്ത്രിക്കണമെന്ന് ജസ്റ്റിസ് നരസിംഹ ആവശ്യപ്പെട്ടിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളുള്ള കാലമാണ്, അതുകൊണ്ട് ഒരു സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ബോംബെയിലെ സീനിയർ സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് AS ചന്ദൂർക്കറിനെ ആദരിക്കൽ മുംബൈ ഹൈക്കോടതി ബാർ അസോസിയേഷൻ നടത്തിയ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്പോർട്സ് പേജിൽ ക്രിക്കറ്റിൻ്റെ വിജയ തിലകം എന്നാണ് ഉൾപേജിൽ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. നമുക്ക് രസകരമായ ഒരു കിരീടതിലകം എന്ന ഗൾഫ് മാധ്യമം ഫ്രണ്ട് പേജിൽ ഉപയോഗിച്ചു. ഉൾപേജിൽ മാതൃഭൂമിയാണെങ്കിൽ ഫ്രണ്ട് പേജിൽ കൊടുകൈ എന്ന് ഉപയോഗിച്ചു. കൊടുകൈ എന്നുള്ളത് ഗൾഫ് മാധ്യമം അകത്തേക്ക് എടുത്തപ്പോൾ കിരീടതിലകത്തിനെ വിജയതിലകം എന്നാക്കി അകത്ത് മാതൃഭൂമി സ്പോർട്സ് പേജിൽ നല്ല കളർ പടത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം ജയേഷ് ജോർജ് വനിതാ പ്രീമിയർ ലീഗ് ചെയർമാനായ വാർത്തയും നൽകിയിട്ടുണ്ട്. ജയേഷ് ജോർജ് നേരത്തെ KCAയുടെ സെക്രട്ടറി ആയിരുന്നു. ഈ വനിതാ പ്രീമിയർ ലീഗിൻ്റെ ആദ്യത്തെ ചെയർമാനാവുകയാണ് അദ്ദേഹം. ഇന്നലെയാണ് അദ്ദേഹത്തെ ആ പദവിയിലേക്ക് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ ഇന്ന് ലോക ഹൃദയ ദിനമാണ്. ഹൃദയം കാക്കാൻ ആളില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വാർത്തയും ഇന്നത്തെ പത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിലുള്ള വാർത്തകളാണ് ഉള്ളത്. ഏതായാലും ഇന്നത്തെ ദ പ്രസ് ഇവിടെ സമാപിക്കുകയാണ്. അതിനു മുമ്പ് സിറാജിൻ്റെ ഏറ്റവും അവസാന പേജിലുള്ള ഒരു വാർത്ത കൂടി പറയുകയാണ്. ഇറാൻ സാമ്പത്തിക ആഘാതത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വാർത്തയാണ്. റഷ്യയുടെയും ചൈനയുടെയും എതിർപ്പ് അവഗണിച്ച് UN രക്ഷാ കൗൺസിലിൽ ഇറാനെതിരെയുള്ള ഉപരോധം പുനഃസ്ഥാപിക്കാനുള്ള പ്രമേയം പാസ്സായി. അതോടുകൂടിയാണ് ഇറാൻ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മാറുന്നത്. രൂപയ്ക്കെതിരെ ഡോളറിനെതിരെ വലിയ തോതിലാണ് ഇറാൻ റിയാല് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇറാൻ സാമ്പത്തികമായി വളരെയധികം താഴേക്ക് ഇടിഞ്ഞു വീഴുന്നു എന്ന വാർത്ത ഇവർ നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് ഉള്ള വാർത്തകൾ. പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇവയെല്ലാമാണ്. കൂടുതൽ നാളത്തെ പത്രത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. NTV UAE to the world.